ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഓട്ടോമൊബൈൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണിത്. അതായത് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. അപ്പം കഴിഞ്ഞ ലാസ്റ്റ് നടന്ന കമ്മീഷൻ തീരുമാനപ്രകാരമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ MMV ജനറൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈസ് ആണ്. അത് വിളിക്കും, വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡേറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 15 സെപ്റ്റംബറിലാണ് പ്രസിദ്ധീകരിക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷനായി ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്, അതായത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 573/2017 ആയിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 years ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ റിലേറ്റഡ് ട്രേഡ് ഫ്രം പോളിടെക്നിക് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് എന്നാണ് പറയുന്നത്. അതായത് 3 വർഷം ഡിപ്ലോമ. ഓക്കെ, അത് റിലേറ്റഡ് ട്രേഡ് പറയുന്നുണ്ട്. ഇതിപ്പോൾ MMV ആണ്. അപ്പോൾ MMVയുടെ റിലേറ്റഡ് ട്രേഡ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വരും, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈക്വലൻസിനും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഇതിൻ്റെ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 37,400 തൊട്ട് 79,000 വരെയായിരുന്നു സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ വേക്കൻസീസൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 36 ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന സമയം എന്ന് പറയുന്നത് 19/1/2021 2021 തൊട്ട് ഇപ്പോൾ ഈ ഒരു വർഷം വരെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി 3 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ അതുകൊണ്ടാണ് ഇപ്പം വിളിക്കുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 3 വർഷം കഴിയുന്ന 2024 ജനുവരി. അപ്പോൾ അതിനുശേഷം ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പീരീഡിലുണ്ടായിട്ടുള്ള റിട്ടയർമെൻറ്റ് വേക്കൻസീസൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെബിനാർ എത്രയും വേഗം തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടാവും, അത് ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ നമ്മളൊരു കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള വേറൊരു എക്സാമുണ്ട്, അതായത് AMVAയുടെ എക്സാമാണ്. അപ്പോൾ ഈ AMV എക്സാമിൽ നമ്മൾ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് വരുന്ന ബാച്ചാണ്, മെൻറ്റർ സപ്പോർട്ടും. അതുപോലെ ഒരു ലോങ് ടൈം ബാച്ചാണ്. നമുക്ക് ഇപ്പം AMVAയുടെ നോട്ടിഫിക്കേഷൻ ഒന്നും വിളിച്ചിട്ടില്ല, പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സമയമെടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ബാച്ചിൻ്റെ കണ്ടക്റ്റും എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.